ശ്രീമദ് ഭാഗവതം ക്ലാസ് 31. നമ്മൾ മൂന്നാമത്തെ സ്കന്ധത്തിൽ രണ്ടാമത്തെ അധ്യായമായിട്ട് ശ്രീകൃഷ്ണ ബാലലീലകളാണ് കാണുന്നത്. കഴിഞ്ഞാൽ നമ്മൾ കണ്ടത് വിതുരര് ഉദ്ധവരെ കണ്ടുമുട്ടിയല്ലാണ്. അപ്പോഴാണ് കൃഷ്ണനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചത്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇവിടെ സുഗൻ പറയുന്നത്. അപ്പോൾ ഒന്നിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ, കൃഷ്ണനെ പറ്റി ചോദിച്ചപ്പോൾ ഭഗവാന്റെ ഓർമ്മ വന്നു. കാരണം കണ്ടുമുട്ടിയിട്ട് അങ്ങനെ കെട്ടിപ്പിടിച്ചെല്ലാം നിൽക്കുമ്പോഴാണ് കൃഷ്ണനെ പറ്റി ചോദിച്ചപ്പോൾ പിന്നെ ആ ചിന്തയിലേക്ക് തന്നെ പോയി. കാരണം കൃഷ്ണനുമായിട്ട് അകന്നു, അതുകൊണ്ടുള്ള വിഷമങ്ങൾ കുറേ മനസ്സിലുണ്ട്. അപ്പോൾ ആ ഓർമ്മ വന്നപ്പോൾ എന്തുപറ്റി, അദ്ദേഹത്തിന് പെട്ടെന്ന് ഒന്നും മറുപടി പറയാനൊന്നും പറ്റിയ അവസ്ഥയിൽ ആയിരുന്നില്ല, അശക്തനായിരുന്നു. എന്നിട്ട് 2ലും 3ലും പറയുകയാണ്, പഴയ കാര്യങ്ങൾ പറയുകയാണ്. 5 വയസ്സ് മുതൽ ബാലക്രീഡകളിലെല്ലാം ഏർപ്പെട്ടിട്ട് കഴിയുകയാണ്, പരിചരിച്ച് കഴിയുകയാണ് കൃഷ്ണന്. എന്നിട്ടോ അമ്മ ഭക്ഷണം കഴിക്കാൻ വിളിച്ചാലും ഉദ്ധവര് പോവില്ല. രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചാലും പോകാതെ ഈ പരിചരണമെല്ലായിട്ട് അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ വലുതായപ്പോഴും വാർദ്ധക്യത്തിലെത്തുന്നത് വരെ അത് തുടർന്നു. എന്നിട്ട് ആ അവസ്ഥയിലാണ് ഇപ്പോൾ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രക്ഷിതാവായ കൃഷ്ണൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ആ തൃപ്പാദങ്ങളെ ഓർത്തുകൊണ്ടിരിക്കുക മൂലം മറുപടി പറയാനൊന്നും പറ്റിയില്ല. അത്രയും വലിയ അടുപ്പമുണ്ടെന്ന് പറയുകയാണ്. ചെറുതു മുതലേ ഉള്ള അടുപ്പമാണ്. അപ്പോൾ അത് ചിന്തിക്കുമ്പോൾ തന്നെ വലിയ വിഷമം. എന്നിട്ട് എന്ത് പറയുന്നു, 4-5 അങ്ങനെ ആ കൃഷ്ണ ഓർമ്മയിൽ 4-5 അങ്ങനെ ആ കൃഷ്ണ ഓർമ്മയിൽ മനസ്സ് ലയിച്ചിരിക്കുന്നത് മൂലം ഉദ്ധവർ കുറച്ചു നേരം മൗനിയായി. ഒന്നും ഉണ്ടാതെ അങ്ങനെ നിന്നു. കുറച്ചു നേരം ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. പിന്നെ ആ കണ്ണിലെന്ത് പറ്റി, കണ്ണുനീരെല്ലാം വന്നു. അങ്ങനെ അതെല്ലാം ഓർത്തപ്പോൾ കണ്ണിൽ കണ്ണുനീരും വരുന്നുണ്ട്, രോമാഞ്ചം എല്ലാം വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഉദ്ധവരെയാണ് ആര് കണ്ടത്? ഈ വിതുരര് കണ്ടത്. കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു. പിന്നെ ഭഗവത് ലോകത്തിൽ നിന്നും പുള്ളി എന്തായി, മനുഷ്യലോകത്തിലേക്ക് വന്നു. അതുവരെ ഭഗവാന്റെ ചിന്തകളുമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. പിന്നെയാണ് യഥാർത്ഥ ലോകത്തിലേക്ക് വന്നത്. എന്നിട്ട് എന്ത് ചെയ്തു, കണ്ണുനീരെല്ലാം തുടച്ചിട്ട് വിതുരരോട് പറയാൻ തുടങ്ങി. അതിൻ്റെ ശേഷമാണ് വിതുരരോട് ഇനിയുള്ള ബാലലീലകൾ വിവരിക്കുന്നത്. 7 ഉദ്ധവര് പറയാണ്, കഷ്ടമേ, കൃഷ്ണനാകുന്ന ആ ആദിത്യൻ. അപ്പം കൃഷ്ണൻ എന്നത് കാലമാണെന്ന് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു. കൃഷ്ണൻ എന്നത് കഥയിലാണ് കഥാപാത്രമായിട്ട് അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് കാലമാണ്. കാലം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സൂര്യനായിട്ട്. ഓരോ കാലം. അപ്പം ആ കാലഘട്ടത്തിൽ സൂര്യൻ ചില വ്യക്തികളിലൂടെയെല്ലാം ആക്ട് ചെയ്യായിരിക്കും. ആ വ്യക്തികളിലൂടെയെല്ലാം കൃഷ്ണനെ കാണണം എന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ കഥയിൽ കഥാപാത്രമായിട്ടാണ് അവതരിപ്പിക്കുക. അപ്പോൾ ഉള്ള മാതിരി തന്നെ ചിത്രീകരിക്കും. പക്ഷെ ഇടക്കെന്ത് സൂചിപ്പിക്കും, ജനിക്കാത്തവനാണ്. കഥയിൽ ജനിച്ചവനാണ്, അവൻ്റെ വർണ്ണനയെല്ലാം ഭംഗിയിൽ കഥാപാത്രമായിട്ട് വിവരിക്കും. പക്ഷെ ഇടക്കെന്ത് പറയും, ജനിക്കാത്തവനാണെങ്കിലും എന്ന് പറഞ്ഞിട്ടാണ് പറയുക. അപ്പോൾ നമ്മളോർത്തോളം ഇത് കഥയാണ്, കാലമാണ്, സൂര്യനാണ്. അപ്പം കഷ്ടമേ, കൃഷ്ണനാകുന്ന ആദിത്യൻ അസ്തമിച്ച ശേഷം, അസ്തമിച്ചു പോയി, വിട്ടുപോയി. അതുകൊണ്ടാണ് കൃഷ്ണനെ ഓർക്കുമ്പോൾ ഇത്രയും കാലം ചെറുതു മുതൽ ഈ വയസ്സായ കാലത്ത് വരെ ഒന്നിച്ച് നിന്നവ കൃഷ്ണൻ വിട്ടുപോയോണ്ടുള്ള വിഷമം. പെരുമ്പാമ്പിനാൽ വിഴുങ്ങപ്പെട്ട്. അപ്പം കൃഷ്ണൻ പോയപ്പോൾ കാലമാകുന്ന പെരുമ്പാമ്പ് എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടുപോയ നമ്മുടെ ഗൃഹങ്ങളിലെ ക്ഷേമ വാർത്തകൾ എന്ത് പറയാനിരിക്കുന്നു?
അപ്പം കൃഷ്ണൻ പോയപ്പോൾ, കൃഷ്ണയുഗം അവസാനിച്ചപ്പോൾ, കൃഷ്ണൻ എപ്പോഴാണ് പോയത്? യാദവരെല്ലാം തമ്മിൽ തല്ലാൻ തുടങ്ങിയ. അപ്പം നല്ലൊരു ലോകമുണ്ടാക്കി. പിന്നെ കാലം ഉദ്ദേശിച്ച ഒരു നല്ലൊരു സുന്ദരമായ വസുദേവ കുടുംബം ഉണ്ടാക്കാനാണ്. അത് കുറച്ച് കാലം നിലയിരിക്കുകയുള്ളൂ. മനുഷ്യൻ പണ്ടത്തെ സ്വഭാവം പഴയതാകും. അപ്പോൾ പിന്നെ ഇത് തച്ചുടക്കേണ്ട സമയമായി. അതെല്ലാം തച്ചുടച്ച് ഒന്നേന്ന് കൃതയുഗത്തിൽ നിന്ന് തുടങ്ങേണ്ടതാണ്. അപ്പോൾ കൃഷ്ണൻ അങ്ങ് പോയി. അപ്പം കാലമാകുന്ന പെരുമ്പാമ്പിൻ്റെ വായിൽ പെട്ടിരിക്കുകയാണ് ആ ദേശവാസികളെല്ലാം. അപ്പം അവരുടെ കാര്യം ഇനിയിപ്പോൾ എന്താണ് പറയാനുള്ളത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ആദ്യം തന്നെ ചോദിച്ചത്. എന്നിട്ട് 8 പറയുകയാണ്, ഈ ലോകം ഭാഗ്യം കെട്ടതാണ്. കാരണം യാദവന്മാർ വിശേഷിച്ചു, പ്രത്യേകിച്ച് ഭാഗ്യം കെട്ടവർ യാദവന്മാരാണ്. കാരണം ആ ലോകത്താണ് കൃഷ്ണൻ കാലം ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. അല്ലാതെ ഇപ്പുറത്തെ ചൂതുകളി ദേശത്തല്ല, മറ്റേ ദേശത്താണ്. അതാണ് യാദവ കുലം എന്ന് പറഞ്ഞത്. കൃഷ്ണൻ്റെ കൊളോണിയലിസത്തിന് ശേഷം ലോകം രണ്ടായിട്ടുണ്ട്. ഒരു ദേശമാണ് യാദവരുടെ ദേശം, അവിടെയാണ് കൃഷ്ണനുള്ളത്. ഇപ്പുറമുള്ളത് ചൂതുകളിക്കാരുടെ ദേശമാണ്. അപ്പം പ്രത്യേകിച്ച് യാദവർക്ക് ഈ ലോകം ഭാഗ്യം കെട്ടതാണ്. പ്രത്യേകിച്ച് യാദവർക്ക് വിശേഷിച്ചു തങ്ങളുടെ കൂടെ വസിച്ച കൃഷ്ണനെ, അവർ കൃഷ്ണനെ ഇങ്ങനെയാണ് കാണുന്നത് ആ കാലത്തെ. ആ കാലത്തിൻ്റെ മാഹാത്മ്യം അവർക്ക് അത്ര വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ആ കൃഷ്ണനെ ജലത്തിലുള്ള ചന്ദ്രൻ്റെ ബിംബം കണക്കെ, മത്സ്യത്തിന് ജലത്തിലുള്ള ചന്ദ്രൻ്റെ ബിംബം കണക്കെയാണ് കൃഷ്ണനെ കണക്കാക്കിയത്. അതുകൊണ്ട് ശരിക്കും കൃഷ്ണനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. വെള്ളത്തിലുള്ള മത്സ്യത്തിന് ആകാശത്തിലുള്ള നോക്കിയിട്ട് വെള്ളത്തിലൂടെ നോക്കി അങ്ങ് കാണാൻ പറ്റുമോ എന്നുള്ളത് വേറെ കാര്യം. എന്തായാലും കാണുന്നത് വെള്ളത്തിലൂട്ടിയാണല്ലോ കാണുന്നത്. അല്ലെങ്കിൽ വെള്ളത്തിലുള്ള നിഴലല്ലേ കാണും. വെള്ളത്തിലെ നിഴൽ കാണാൻ പറ്റില്ല. വെള്ളത്തിൽ നിന്ന് നോക്കുമ്പോൾ പുറത്ത് ചന്ദ്രനെ കാണുമ്പോൾ എങ്ങനെ ഇരിക്കും? ഒരു ശരിയായ രൂപത്തിലൊന്നും കാണാൻ പറ്റില്ല. നേരിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. വെള്ളത്തിൻ്റെ അകത്തുനിന്ന് ചന്ദ്രനെ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തതയൊന്നും പറ്റില്ല. പിന്നെ ആകെ നോക്കാൻ പറ്റുന്നത് വല്ല നിഴലും ഉണ്ടെങ്കിൽ ആ നിഴലിനെ നോക്കാൻ പറ്റും. ആ നിഴൽ ഒരു ശരിയായ നിലയിലുള്ള നിഴലായിരിക്കില്ല. നിഴലുണ്ടാകുന്ന ആധുനിക സയൻസിലൂടെ നമുക്കറിയാലോ എങ്ങനെയാണ്. അപ്പം അങ്ങനെ വെള്ളത്തിലുള്ള ഒരു നിഴലിനെ ദർശിക്കുന്ന മാതിരിയെ കൃഷ്ണനെ അവർ കണ്ടുള്ളൂ. അതായത് അവരുടെ ഇടക്ക്, ആദ്യം തന്നെ അവരുടെ ഇടക്ക് കൃഷ്ണൻ ഉള്ളത് കൊണ്ട് അവർക്ക് ആ കൃഷ്ണനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റിയില്ല. അതിൻ്റെ മഹത്വം സാധാരണ നിലയിൽ കണ്ടു എന്നേ ഉള്ളൂ. ശരിക്കും അറിഞ്ഞില്ല. അല്ലെങ്കിൽ അറിയാൻ പറ്റില്ലല്ലോ. നമുക്കറിയാലോ, യഥാർത്ഥ കൃഷ്ണൻ എന്ന് പറയുന്നത് നിർഗുണമായ ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തെ ഒന്ന് പൂർണ്ണമായിട്ട് ആർക്കും വേദ ഋഷികൾക്ക് പോലും മനസ്സിലായിട്ടില്ല. പിന്നെ ഇവർക്ക് മനസ്സിലാവുന്ന എങ്ങനെ? ആർക്കും മനസ്സിലാകാൻ പോകുന്നില്ല. അപ്പോൾ ആ പറഞ്ഞതിന് പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ കഥാപാത്രമായി അവതരിപ്പിച്ചപ്പോൾ ആ കൃഷ്ണനെ സാധാരണ ഒരു കഥാപാത്രമായിട്ടാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ആ കഥയിലെ മറ്റുള്ള ആൾക്കാർക്ക്, യാദവർക്ക് കൃഷ്ണനെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ആളായിട്ട് മാത്രമേ മനസ്സിലായുള്ളൂ. എന്നിട്ട് 9 എന്നിട്ട് പറയുകയാണ് 9 യാദവർ മുഴുവൻ ഉള്ളറിയുന്നവരും, ആ യാദവർ യഥാർത്ഥ കാര്യങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയും. അതായത് അത്രയും ജ്ഞാനം, ശരിയായ ജ്ഞാനത്തിൽ നിൽക്കുന്നവരാണ് ലോകത്തിൻ്റെ മറുവശത്തുള്ള ആ യാദവ വംശം, കൃഷ്ണൻ്റെ വംശം. ഇപ്പുറമുള്ളത് അജ്ഞാനത്തിൽ കഴിയുന്ന, ചൂതുകളിയിൽ കഴിയുന്ന വർഗമാണ്. അപ്പുറം കൃഷ്ണൻ്റെ ലോകമാണ്. അവിടെയുള്ള ജനങ്ങളെല്ലാം എങ്ങനെയാണ്? മുഴുവൻ ഉള്ളറിയുന്നവരെല്ലാത്തിൻ്റെയും അന്തരത്തേക്ക് അകത്ത് കടന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ്. പിന്നെയോ അതിനിപുണരുമാണ്. അവർക്ക് നല്ല കഴിവുള്ള വ്യക്തികളാണ് അവർ. ഒരിടത്തു തന്നെ കൗതുകം കൊണ്ടിരിക്കുന്നവരായിട്ട് ഒരിടത്ത് തന്നെയാണ്. അവരങ്ങനെ അലഞ്ഞു നടക്കുന്നൊന്നുമില്ല.
അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. അപ്പുറത്തെ ഭാഗത്തുള്ള ആൾക്കാരൊന്നും അങ്ങനെ മറ്റുള്ള നാടകങ്ങളിലൊന്നും കറങ്ങി അടിച്ച് നടക്കുന്നില്ല. പക്ഷെ ഇപ്പുറത്തുള്ള ചൂതുകളിയിലുള്ള ദേശത്തുള്ളവരാണ് കറങ്ങി അടിച്ച് എല്ലായിടത്തും പോകുന്നത്. ഈ പറയുന്നതിൻ്റെ അർത്ഥമെല്ലാം നമ്മൾ ലോകത്തിൻ്റെ ആ ക്രമം വെച്ച് തന്നെ ചിന്തിച്ചു നോക്കുക. ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് യാദവരായിട്ട് കാണുക, ഇപ്പുറത്തെ ഭാഗത്ത് ചൂതുകളിയുടെ വിഭാഗമായിട്ട് കാണുക. അവിടെയാണ് പാണ്ഡവരും കൗരവരും എല്ലാം ഉള്ളത്. ഇവിടെയുള്ള ജനങ്ങൾ അടിയിടി എല്ലാം സഞ്ചരിക്കുന്നവരാണ്. പക്ഷെ മറ്റുള്ളവരുടെ അവിടെ തന്നെ താമസിച്ച് അവരുടെ കാര്യം നോക്കി നടക്കുന്ന ആൾക്കാരായിട്ട് കൂടി ആ കൃഷ്ണനെ, കഥയിലുള്ള ആ കഥാപാത്രത്തെ അല്ലെങ്കിൽ കാലത്തെ തങ്ങളുടെ ഇടയിലുള്ള ഒരു ശ്രേഷ്ഠനായിട്ട് മാത്രമേ കണ്ടു. ഒരു ശ്രേഷ്ഠനായ വ്യക്തി എന്ന നിലയിൽ മാത്രമേ അദ്ദേഹത്തെ കണ്ടുള്ളൂ. ഇനി 10 പറയുന്നു, മായയിൽ അകപ്പെട്ടവരും. എല്ലാവരും മായയിൽ അകപ്പെട്ടവർ തന്നെയാണ്. അപ്പുറമുള്ള ജനമായാലും ഇപ്പുറത്തുള്ള ജനമായാലും എല്ലാവരും മായയിൽ അകപ്പെട്ടവരും മറ്റു അസത്തായ വൈരാതി ചിത്തവൃത്തിയെ അവലംബിച്ചവരുമായ. അപ്പം ഏത് തരം മായയിൽ അകപ്പെട്ട ജനങ്ങളും അല്ലെങ്കിൽ വിരക്തി വന്നവരായാലും അത്തരം ജനങ്ങളും എല്ലാം ആര് തന്നെയായാലും ശ്രീകൃഷ്ണ മൂർത്തിയിൽ ചിത്തം സമർപ്പണം ചെയ്താൽ ബുദ്ധി ഭ്രമിക്കപ്പെടില്ല. അപ്പം മായയിൽ അകപ്പെട്ടവരുടെ ബുദ്ധിയെല്ലാം എന്തായിപ്പോ ഭ്രമിച്ചു പോകും. അപ്പോൾ ആ നാട്ടിലുള്ള ജനങ്ങളും മായയിൽ തന്നെയാണ് ഉള്ളത്. അവരും ഈ സത്യം തിരിച്ചറിഞ്ഞിട്ടില്ല. ഇന്ന് ബ്രഹ്മമാണ് ഇതത്രയും ചെയ്യിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കൃഷ്ണൻ എന്ന ബ്രഹ്മമാണ്, കാലമാണ് ഇതിലൂടെ നമ്മൾ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കുന്നതെന്നുള്ള ചിന്തയിലല്ല അവരുള്ളത്. അവരും മായയിൽ തന്നെ അകപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പം അവർക്കും കൃഷ്ണനെ, അതുകൊണ്ട് നമ്മളിടക്കുള്ള കഥയിലെ കൃഷ്ണനെ ആയിട്ട് എടുക്കണേ കഥാപാത്രം. അത് നമ്മുടെ ആ കഥാപാത്രം മറ്റുള്ളവരെ പോലെയുള്ളൊരു വ്യക്തിയായിട്ടാണ് അവർ കാണുന്നത്. പക്ഷേ അതിൽ നിന്ന് ശരിയായ സത്യം കാണിക്കുന്നത് വേണം. കൃഷ്ണമൂർത്തിയിൽ ചിത്തമർപ്പിച്ച് അതിൽ തന്നെ മനസ്സ് ബാക്കിയെല്ലാം വിട്ട്, മായയെല്ലാം വിട്ട് അതിൽ തന്നെ അർപ്പിച്ചാൽ മാത്രമേ ബുദ്ധി ഭ്രമത്തിൽപ്പെടാതിരിക്കുകയുള്ളൂ. അപ്പോൾ കഥയിലുള്ള കൃഷ്ണൻ അങ്ങനെ എങ്ങനെയാണ് അന്തർധാനം ചെയ്തത്? അതായത് തിരിച്ചു പോയല്ലോ കൃഷ്ണൻ യുഗം കഴിഞ്ഞപ്പോൾ. ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. തിരിച്ചുപോയി. എങ്ങനെ? 11 തപനിഷ്ഠ ഇല്ലാത്തവരും. അപ്പം തപനിഷ്ഠയില്ലാത്തവരായ ജനങ്ങൾ അവിടെയുണ്ട്. തപനിഷ്ഠയൊന്നും അനുഷ്ഠിക്കുന്നവരല്ല അവിടെയുള്ള ജനങ്ങളും. അക്കാര്യത്തിലെല്ലാം സാധാരണ നമ്മളെപ്പോലെയുള്ള മനുഷ്യന്മാർ തന്നെയാണ്. പിന്നെയോ ഭഗവാനെ കണ്ട് തൃപ്തി അടയാത്ത കണ്ണുകളോടുകൂടിയവരുമാണ്. അവർക്ക് എത്ര കണ്ടിട്ടും ആ കൃഷ്ണനെ മതിയായിട്ടില്ല കണ്ടിട്ട്. അപ്പം അത്രയും അടുപ്പം ഒരു വ്യക്തിയായിട്ട് ആ ശ്രേഷ്ഠനായ കൃഷ്ണനുമായിട്ട് ഉണ്ട് താനും. എത്ര കണ്ടാലും മതി വരാത്ത അവസ്ഥയിൽ തൻ്റെ സ്വരൂപം കാട്ടിക്കൊടുത്ത ശേഷം അന്തർധാനം ചെയ്തു. തൻ്റെ രൂപം കാണിച്ചു കൊടുത്തിട്ട് അവരുടെ ഇടക്ക് വസിച്ചിട്ട്, കഥാപാത്രം എന്ന നിലയിൽ വസിച്ചിട്ട് അന്തർധാനം ചെയ്തതായിട്ടാണ് കഥയിൽ എന്ത് ചെയ്തിരിക്കുന്നത്, വിവരിച്ചിരിക്കുന്നത്. ഇനി 12 ഇനി ആ കഥാപാത്രത്തിൻ്റെ വർണ്ണനയാണ്. അത്രയും സുന്ദരമായിട്ടാണ് ആ കഥാപാത്രത്തെ വർണ്ണിച്ചിരിക്കുന്നത്. കാരണം ആ യുഗമാകുമ്പോഴേക്ക് ലോകം അത്തരം സുന്ദരമാണ്. ഈ കാലമാണ്, കാലം തന്നെയാണ് കൃഷ്ണൻ. ആ കാലമാണ് അത്രയും സുന്ദരം. ഈ ഹൃദയം തൊട്ട് ഇതുവരെയുള്ള ലോകമാകുമ്പോൾ, ഇന്നത്തെ ലോകമാകുമ്പോഴേക്ക് ഇനും കുറേ അങ്ങോട്ട് എത്തുമ്പോൾ അത്രയും സുന്ദരമായ ലോകമാണ് കാലം. കാലം പ്രകൃതിയിലൂടെയാണല്ലോ നമ്മൾ വീക്ഷിക്കുക. അപ്പം കഥാപാത്രത്തിൽ എങ്ങനെയാണ് തിരുവുടൽ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് നോക്കാം. തൻ്റെ യോഗമായ വൈഭവത്തെ, വൈഭവത്തെ, മായാലോകമാണിത്, വൈഭവത്തെ പ്രദർശിപ്പിക്കുന്ന ഭഗവാൻ തൻ്റെ ലീലയാൽ പ്രകടമാകുന്ന തിരുവുടൽ, ലീലയാൽ പ്രകടമാകുന്ന ഈ തിരുവുടൽ കഥയിൽ കഥാപാത്രമാണ്. യഥാർത്ഥത്തിൽ ഈ ലോകം സുന്ദരമായ തിരുവുടൽ എന്ന് പറയുമ്പോൾ വിരാട രൂപം അത് തന്നെയാണെന്ന് പണ്ട് പറഞ്ഞു വെച്ചിട്ടില്ല. അപ്പം ഈ പ്രപഞ്ചം മുഴുവനാണല്ലോ അതിൻ്റെ വിരാട രൂപം. അപ്പം ആ തരത്തിലും നമുക്കെടുക്കാം.
അല്ല സാധാരണക്കാരനാണെങ്കിൽ ആ കഥയിലെ കഥാപാത്രം, ആ തിരുവുടൽ സൗന്ദര്യത്തിൻ്റെ പരമകാഷ്ഠയിലുള്ളതാണ്. ഇത്രയും സൗന്ദര്യമായിട്ടാണ് ആ കഥാപാത്രത്തെ അവതരിച്ചിരിക്കുന്നത്. കാലവും അതേപോലെ തന്നെ അത്ര സുന്ദരമാണ്. എപ്പോൾ ആ വസുദേവ കുടുംബം ഉണ്ടാകുന്ന അവസരത്തിൽ അലങ്കാരപൂർണവും തനിക്കുകൂടി വിസ്മയജനവുമാണ്. ആരും അന്തപ്പെട്ടു പോകുന്ന രൂപത്തിലുള്ള ഒരു ലോകമാണ് എന്നുള്ളത്. അല്ലെങ്കിൽ ആ കൃഷ്ണൻ എന്ന കഥാപാത്രത്തിൻ്റെ തിരുവുടൽ അത്രയും സുന്ദരമാണ്. ഇനി 13 എന്നിട്ട് 13 പറയാണ്, യുധിഷ്ഠിരൻ്റെ രാജസൂയത്തിൽ വെച്ച്. യുധിഷ്ഠിരൻ മഹാഭാരത യുദ്ധത്തിന് ശേഷം യുധിഷ്ഠിരൻ ഭരണമേൽക്കുന്നു. അതായത് 3-ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഒരു സുന്ദരമായ ലോകത്തിൻ്റെ ഭരണം യുധിഷ്ഠിരൻ ഏൽക്കുമ്പോൾ അവിടെ ഭഗവാന്റെ തിരുവുടൽ അവിടെയുണ്ടല്ലോ, ഭഗവാൻ അവിടെയുണ്ടല്ലോ. 3 ലോകത്തെയും ജനങ്ങൾ വിചാരിച്ചു. അപ്പം 3 ലോകങ്ങളിലുള്ള ജനങ്ങളും വിചാരിക്കുകയാണ്. അപ്പോഴുള്ള അവസ്ഥ മഹാഭാരത യുദ്ധം അല്ലെങ്കിൽ 3-ാം ലോകമഹായുദ്ധം കഴിഞ്ഞിട്ടൊരു സുന്ദരമായ വസുദേവ കുടുംബം ഉണ്ടാകുമ്പോഴുള്ള ആ അവസ്ഥയിലാണ് യുധിഷ്ഠിരൻ ഭരണം നടത്തിക്കൊണ്ടുവരുന്നത്. ആ സമയത്താണ് ആരുള്ളത്? രാജസൂയത്തിൽ ആരുണ്ട്? കൃഷ്ണൻ്റെ തിരുവുടലും കൃഷ്ണൻ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ, കഥയിൽ കൃഷ്ണൻ അവിടെയുണ്ട്. കൃഷ്ണൻ്റെ നേതൃത്വത്തിലാണ് എല്ലാം നടക്കുന്നത്. ആ സമയത്തുള്ള അവസ്ഥ തിരുവുടൽ കണ്ടപ്പോൾ 3 ലോകങ്ങളിലെയും ജനങ്ങൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ബ്രഹ്മാവിൻ്റെ ഇതിനു മുമ്പിലുള്ള എല്ലാ സൃഷ്ടികളും, ബ്രഹ്മാവ് ഇതിനു മുമ്പിലെല്ലാം എന്തെല്ലാം സൃഷ്ടിച്ചോ അതെല്ലാം ഈ ബിംബത്തിൽ, ഈ ഉടലിൽ ചെലവായി പോയിരിക്കുന്നു. അതായത് എന്തെല്ലാം ബ്രഹ്മാവ് സൃഷ്ടിച്ചിട്ടുണ്ടോ അതിൻ്റെ എല്ലാം മൂർത്തി രൂപമായിട്ടാണ് ഈ ബിംബം കിടക്കുന്നത്, അല്ലെങ്കിൽ ഈ യുഗം കിടക്കുന്നത്. അല്ലെങ്കിൽ ഈ 3-ാം ലോകമഹായുദ്ധത്തിന് ശേഷം, മഹാഭാരതത്തിന് ശേഷം സൃഷ്ടിക്കപ്പെട്ട ആ സുന്ദരമായ വസുദേവ കുടുംബത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ പ്രപഞ്ചം തന്നെ അതിൻ്റെ ഏറ്റവും ഉന്നതമായ സൃഷ്ടി രൂപത്തിൽ, സൗന്ദര്യത്തിൽ നിൽക്കുകയാണ്. അതാണ് കഥയിൽ കൃഷ്ണരൂപമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു സുന്ദരമായ ലോകമുണ്ടാക്കുകയായിരുന്നു ബ്രഹ്മത്തിൻ്റെ ലക്ഷ്യം. ഗോത്രകാലഘട്ടത്തിൽ നിന്ന് തുടങ്ങി പടിപടിയായിട്ട് അവസാനം ഒരു വസുദേവ കുടുംബം. അതാണ് യുധിഷ്ഠിരൻ ധർമ്മത്തിനനുസരിച്ച ഒരു ലോകം, എല്ലാ ജ്ഞാനവും തികഞ്ഞത്. അങ്ങനെ ഒരു ലോകമുണ്ടാക്കുകയായിരുന്നു ആ ബ്രഹ്മത്തിൻ്റെ ലക്ഷ്യം, അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ലക്ഷ്യം. അതാണ് കൃഷ്ണനായിട്ട് മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഈ പ്രപഞ്ചം തന്നെയാണ് വിരാടരൂപം. പ്രപഞ്ചത്തെ തന്നെയാണ് കൃഷ്ണൻ കാണിച്ചു കൊടുത്ത്. ഇതാണ്, അതില്ലാത്ത എല്ലാ ശരീരത്തിൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഉണ്ട്. നമ്മളെ എല്ലാം കൂടിയിട്ടാണ് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. കഥയിൽ അർജുനന് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ ലോകം തന്നെയാണ് 3 ലോകങ്ങളിലുള്ള എല്ലാത്തിൻ്റെയും മാക്സിമം ഉള്ള അവസ്ഥയിലേക്കാണ് ഈ കാലഘട്ടം എത്തി നിൽക്കുന്നത്. ഇനി 14 ആ മോഹന വിഗ്രഹത്തിൻ്റെ മന്ദഹാസം. അപ്പോൾ അത്രയും സൗന്ദര്യം, മന്ദഹാസം എന്നെല്ലാം പറയുമ്പോൾ ആ ചിരി, വിഗ്രഹത്തിൻ്റെ ചിരി, വിനോദം, കടാക്ഷം എന്നിവയെല്ലാം കണ്ടപ്പോൾ അതിൽ ആകൃഷ്ടരായ ഗോപസ്ത്രീകൾ വീട്ടുപണികൾ പോലും മറന്നിട്ട് ആ നിലയിൽ നിന്നുകൊണ്ട് അത് നോക്കി നിന്നുപോയി പോലും. അപ്പം സ്ത്രീകളാണ് ഏറ്റവും അധികം ആകൃഷ്ടരായിട്ട് അങ്ങനെ അന്തം വിട്ട് നിന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ, ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും നല്ല അവസ്ഥ എപ്പോഴാണ്? സ്ത്രീകൾ അത്രയും സന്തുഷ്ടരായി നിൽക്കുന്ന ഒരു ലോകമുണ്ടാകണം. അതാണ് ഏറ്റവും നല്ല. സ്ത്രീകൾ സംതൃപ്തമാണെങ്കിൽ മാത്രമേ അവർ സ്വതന്ത്രമാണ്, സംതൃപ്തമാണ്,
അങ്ങനെയുള്ള ഒരു സ്ത്രീകളുള്ള സമൂഹം മാത്രമാണ് എല്ലാ സ്ത്രീകളെ കച്ചവടച്ചരക്കാക്കി മാറ്റുന്നത് ദുര്യോധനാദികളുടെ നാട്ടിലാണ്. ഇപ്പോഴും ലോകത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് അവിടുത്തെ സ്ത്രീകളുടെ അവരുടെ അഭിമാനം നിലനിർത്തിക്കൊണ്ട് ഏറ്റവും സംതൃപ്തമായി ജീവിക്കുന്ന ഒരു ലോകമാണ് യഥാർത്ഥത്തിൽ ഏറ്റവും പുരോഗമിച്ച സാംസ്കാരികമായി ഉയർന്ന ഒരു ലോകം. ഇന്ന് നമ്മൾക്ക് സ്ത്രീകൾക്ക് എത്ര ബഹുമാനം കൊടുക്കുന്നുണ്ടെന്ന് നമ്മൾ മാധ്യമങ്ങൾ തന്നെ നോക്കിയാൽ മതി. അപ്പം അങ്ങനെയുള്ളൊരു ലോകമാണ് വേദങ്ങൾ വിഭാവനം ചെയ്യുന്നത്. എന്നിട്ട് 15 പറയാണ്, ദേവന്മാരും അസുരന്മാരുമായി ഏറ്റുമുട്ടുന്ന അവസരത്തിൽ, ഇപ്പം ലോകം എന്ന് പറയുന്നത് ധർമ്മവും അധർമ്മവും തമ്മിൽ, ദേവന്മാർ എന്നതുകൊണ്ട് ധർമ്മത്തിൻ്റെ പ്രതീകങ്ങളായിട്ട് കാണണം, അസുരന്മാർ എന്ന് പറയുന്നത് ധർമ്മത്തിനെതിരായി നിൽക്കുന്നവരായിട്ടും കണ്ടാൽ മതി. രണ്ടും നേരെ വിപരീതമുണ്ട്. അവർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അവിടെ അനുകമ്പയോടുകൂടി ആ ധർമ്മത്തിൻ്റെ ഭാഗത്തായിരിക്കും ആര് നിൽക്കുക? കൃഷ്ണൻ നിൽക്കുക. പക്ഷേ സർവനിയന്ത്രാതാവ്, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന കക്ഷി അത് തന്നെയാണ്. അതുകൊണ്ട് ധർമ്മത്തെ, അതുകൊണ്ടാണ് പറഞ്ഞത് ധർമ്മം എപ്പോൾ നശിച്ച് അതിൻ്റെ മാക്സിമത്തിലെത്തി നിൽക്കുമ്പോൾ ഞാൻ വന്നിട്ട് രക്ഷിക്കുമെന്ന് പറയുന്നത്. അപ്പം സർവത്തിൻ്റെ നിയന്താവാണ്, അതായത് അദ്ദേഹത്തിൻ്റെ കൺട്രോളിലാണ് എല്ലാം കിടക്കുന്നത്. അത് ആര് ഇവരെ ഏറ്റുമുട്ടിയാലും അദ്ദേഹം തീരുമാനിക്കുന്ന വഴിയാണ് ലോകം പോവുക. അവ്യക്തതയോടുകൂടിയതാണ്, അവ്യക്തതാണ്, നേരിട്ടൊന്നിലും ഇടപെടില്ല. അങ്ങനെയുള്ള ഈശ്വരനാണെങ്കിലും സ്വതവേ ജനനാദി പ്രക്രിയകൾ കാണിക്കാതിരിക്കുന്നവനാണെങ്കിലും അതിൽ ജനന മരണമൊന്നും ആ ഈശ്വരനില്ല. അപ്പം ഇടയ്ക്ക് ഇത് പറയും, ഈശ്വരൻ ജനിക്കാത്തവനാണെങ്കിലും അഗ്നിയെപ്പോലെ സ്വരൂപനായി അവതരിക്കും. ഇങ്ങനെ അധർമ്മങ്ങൾ പെരുകി അവർ തമ്മിൽ ധർമ്മമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ അഗ്നി സ്വതമേ പ്രകടമാവുകയൊന്നുമില്ല. കാരണം ഏതഗ്നി? കരദ്രവവാദ ഊർജം. പക്ഷേ ചില സമയത്ത് വിറകിൻ്റെ അറ്റത്ത് പ്രത്യക്ഷപ്പെടുന്നത് പോലെ അഗ്നി എന്നത് ഊർജമാണ്. എല്ലായിടത്തും ഊർജമുണ്ട്, പക്ഷേ ഊർജത്തെ നമ്മളൊന്നും കാണുന്നില്ല. പക്ഷേ ചില സമയത്ത് അത് മരത്തിൻ്റെ അറ്റത്ത് പ്രത്യക്ഷപ്പെടും. അതുപോലെ ഇതും അവ്യക്തമായിട്ട് ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നിൽക്കുമ്പോഴും അതിൻ്റെ മാക്സിമം അവസ്ഥയിലെത്തുമ്പോൾ, അധർമ്മം അതിൻ്റെ മാക്സിമത്തിലെത്തുമ്പോൾ ദേവന്മാരുടെ രക്ഷക്കായിക്കൊണ്ട് അഗ്നി കണക്കെ അത് പ്രത്യക്ഷപ്പെടും. അഗ്നികരൊക്കെ പ്രത്യക്ഷപ്പെടും എന്ന് പറയുന്നത് അത് തന്നെയാണ് മഹാഭാരത യുദ്ധവും 2ാം ലോകമഹായുദ്ധവും 1ാം ലോകമഹായുദ്ധം. യുദ്ധത്തിലൂടെ എന്താണ്? അവിടെ അഗ്നി തന്നെയാണ് കയറി പ്രകടമാകുന്നത്, അഗ്നിയാണ് പ്രകടമാകുന്നത്. ഒരു യുദ്ധത്തിൽ എന്താണ്? വ്യക്തികളല്ല, അഗ്നിയാണ്. ഇപ്പം റഷ്യ യുക്രൈനും തമ്മിൽ അടിക്കുന്നുണ്ട്, അവിടെ കത്തുന്നത് മുഴുവൻ തീയാണ്, അഗ്നിയായിട്ടാണ് പ്രകടമാകുന്നത്. അല്ലാതെ ഈ വ്യക്തികൾ തമ്മിൽ അടിക്കുന്നതല്ല കാണുന്നത്, അഗ്നി കൊണ്ടുള്ള കളികളാണ്. അപ്പം അഗ്നി കണക്കെ പ്രത്യക്ഷമാകും. കഥയിൽ കൃഷ്ണനായിട്ട് പ്രത്യക്ഷപ്പെടും. ഇനി 16 എന്നിട്ട് 16 പറയുകയാണ്, വസുദേവരുടെ ഗൃഹത്തിലെ ജന്മരഹിതവനായ, ഒരിക്കലും ജനിക്കുന്നവനല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാലും കഥയിൽ വസുദേവരുടെ ഗൃഹത്തിൽ ജന്മരഹിതനാണ്, ജനിക്കുന്നവനല്ല. എന്നാലും കഥയിൽ കഥാപാത്രമായിട്ട് അവതരിപ്പിക്കുകയാണ്. ഭഗവാൻ ജനിക്കുന്നതിനുള്ള കാരണം ഏതൊന്നാണോ, അപ്പം ആ മഹാഭാരത കഥയിൽ എന്തോ ഒരു കാരണമുണ്ട്, അതിനുവേണ്ടി ആ കഥയിൽ കൃഷ്ണനായിട്ട് വന്നു. വസുദേവരുടെ ഗൃഹത്തിൽ ജന്മരഹിതനാണ്, ജനിക്കുന്നവനല്ല. എങ്കിലും കഥയിൽ ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ ആ ഒരു കാര്യത്തിന് വേണ്ടി അദ്ദേഹം എന്തായി വന്നു.
ആ ജന്മത്തിനൊരു കാരണമുണ്ട്, അതുകൊണ്ട് വന്നു. അതായത് ആ കാരണത്തിന് വേണ്ടിയിട്ട്, ആ കാരണം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് കൃഷ്ണൻ എന്ന കഥാപാത്രമായിട്ട് അവിടെ കൃഷ്ണനായിട്ട് ആ കഥയിൽ വന്നിരിക്കുന്നത്. എന്നിട്ട് എവിടെ താമസിക്കുന്നുണ്ട്? ഗോകുലത്തിൽ താമസിക്കുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ശത്രുവിനെ ഭയന്നെന്ന പോലെ മധുരാപുരിയിലേക്ക് മാറി താമസിച്ചിട്ടുണ്ട്. അവിടെ ഒരു ലീല കാണിച്ചിട്ടുണ്ട്. പേടിച്ചിട്ട് മധുരാപുരിയിലേക്ക് പോകുന്നത് പോലെയും അവിടെ ആ കഥയിലൂടെ ആ ശക്തിയെ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം കാണുമ്പോൾ എനിക്ക് വേദനിക്കുന്നു എന്ന് പറയുകയാണ് ആര്? ഉദ്ധവര്. ആ കഥയിൽ ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് വേദനിക്കുന്നു. കാരണം ഈ ശക്തി എന്ന് പറഞ്ഞാൽ എല്ലാം തികഞ്ഞ ശക്തിയാണ്. എന്നിട്ടും ചില സമയങ്ങളിൽ എന്ത് പറ്റുന്നുണ്ട്? തിരിച്ചടികൾ ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാലോ, പാഞ്ചാലിയിലെ വസ്ത്രാക്ഷേപം നടക്കുമ്പോൾ കൃഷ്ണൻ എന്താണ് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ശരിയാക്കാൻ പറ്റുക? അതിൻ്റെ സമയമായിട്ടില്ല. ഇപ്പോൾ അവരുടെ കാലഘട്ടമാണ്, അവർ കളിച്ചോട്ടെ. അതുകൊണ്ട് അതേപോലെ കൃഷ്ണനും ചിലപ്പോൾ ഒളിച്ചോടിയിട്ടുണ്ട്. കാലത്തിന് നമ്മൾ ചോദിക്കും, ഈ ഈശ്വരന് അത്രയും ശക്തി ഉണ്ടെങ്കിൽ എന്തിനാണ് ഈ ദുഃഖമെല്ലാം എല്ലാം ആദ്യം തന്നെ ധർമ്മമുള്ള ആൾക്കാരെ മാത്രം ഇങ്ങനെ കൊണ്ടുവന്നാൽ പോരെ? അങ്ങനെയല്ല സിസ്റ്റം. ഒരു പ്ലാനിങ് ഉണ്ട്, ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിന് എന്തുണ്ട്? ദ്വയമുണ്ട്. നല്ല ഉണ്ടെങ്കിൽ മോശമുണ്ട്. അതിലുള്ള ഏറ്റുമുട്ടലിലൂടെ മാക്സിമം എത്തുമ്പോഴാണ് തട്ടി മാറ്റിയിട്ട് പോവുക. എല്ലാത്തിനും ഒരു കാലമുണ്ട്. ആ കാലം എത്തുമ്പോഴേ ചെയ്യും. ഇപ്പോൾ ശിവനെ ചിലവർ വന്ന് പ്രാർത്ഥിക്കും, തപസ് ചെയ്യും, ഇന്ന് സാധിപ്പിച്ചു തരണം. ശിവൻ പ്രത്യക്ഷപ്പെടുകയൊന്നുമില്ല. കുറേ നേരം അങ്ങനെ ഇരിക്കും. എന്നിട്ട് ആ സമയം എത്തുമ്പോൾ മാത്രമേ വരികയുള്ളൂ. അപ്പം എല്ലാത്തിനും പ്ലാൻ അനുസരിച്ച്, സമയമനുസരിച്ചാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മാക്സിമത്തിലെത്തുമ്പോൾ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. അല്ലാതെപ്പോൾ ദൈവമാണെങ്കിലും ചിലപ്പം പേടിച്ച് ഓടുന്ന മാതിരിയെല്ലാം കഥയിൽ അവതരിപ്പിക്കും. സമയം എത്തിയിട്ടില്ല, ഇപ്പോൾ അവരുടെ സമയമാണ്. അതുകൊണ്ട് കൃഷ്ണനും എന്ത് ചെയ്യും? ഓടി ഒളിക്കുന്ന മാതിരിയെല്ലാം കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു. കാരണം ഇത്രയും വലിയ കക്ഷി ഇങ്ങനെ പേടിച്ച് ഓടുന്ന മാതിരിയുള്ള അവസ്ഥയിൽ എത്തുന്നല്ലോ എന്ന് ആലോചിച്ചു. ഇനി 17 മാതാപിതാക്കളുടെ കാല് പിടിച്ചിട്ട് എന്നോട് കൊടുക്കണം എന്ന് പറഞ്ഞു. എപ്പോഴും ജയിലിൽ കംസം പിടിച്ചിട്ട് ജയിലിലിട്ടുണ്ടല്ലോ അച്ഛനും അമ്മയും തന്നെയുണ്ട്. കൃഷ്ണൻ ആദ്യം തന്നെ കൊല്ലാൻ പറ്റാതെ കൊണ്ടാണ്. ചെറിയ കൊച്ച ഇരിക്കുമ്പോൾ തന്നെ പലവരെയും കൊന്നതായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. പിന്നെ അമ്മേനെ എല്ലാം. പക്ഷെ സമയമായിട്ടില്ല. അവരുടെ കാലം എന്താണ്? കുറേ കാലം ജയിലിൽ കിടക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് മാതാപിതാക്കളുടെ കാൽ പിടിച്ച് അഭിവാദ്യം ചെയ്ത്, അമ്മേ ഞങ്ങൾ കംസപീഡനത്തിൽ നിന്നും കഴിയുന്ന നിങ്ങൾക്ക് ഇതുവരെ ഒന്നും ചെയ്യുവാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് നമ്മളോട് കനിയണമെന്ന് പറയുകയാണ്. അമ്മേൻ്റെ കാല് പിടിച്ച്, അയ്യോ എനിക്ക് ഇതുവരെ നിങ്ങളെ ഒന്നും രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ. കൃഷ്ണൻ പോലും നിസ്സഹായരമാണ്. അപ്പം ഈ നാട്ടിൽ അധർമ്മങ്ങളെല്ലാം പെരുകുമ്പോൾ നമ്മൾ വിചാരിക്കുക, അയ്യോ ഇവിടെ ഈശ്വരനും ഇല്ലേ? അതല്ലേ കൃഷ്ണ നീ എവിടെയെന്നെല്ലാം പറഞ്ഞിട്ട് കുറച്ച് കഥകളെല്ലാം ഇല്ലേ, പാട്ടുകൾ. എന്തുകൊണ്ടാണത്? എല്ലാത്തിനും ഒരു സമയമുണ്ട്. എല്ലാം പ്ലാൻ ചെയ്ത് ഒരു സമയത്തിൻ്റെ അടുത്താണ്. ഗ്രഹങ്ങൾ ഒരു പ്രത്യേക സമയത്ത് എത്തുമ്പോഴേ ഇതിനെയെല്ലാം പൊട്ടിച്ചിട്ട് പോവുകയുള്ളൂ. അതുവരെ നോക്കിയിരിക്കും, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അതിനൊരു സമയം പ്ലാൻ ചെയ്തിട്ടാണ്. നമ്മളിപ്പോൾ ഇന്ന് 10 മണി വരെ ഇംഗ്ലീഷ് ക്ലാസ്, 10 കഴിഞ്ഞിട്ട് 11 മണി വരെ നിങ്ങൾക്ക് ക്ലാസ്സിൽ എന്തുണ്ട്? ഒരു കഥകളിയെല്ലാം അവതരിപ്പിക്കുന്നുണ്ട്. സ്കൂളിൽ ചിലപ്പോൾ ഇതെല്ലാം വെക്കും, ഓട്ടം തുള്ളലെല്ലാം വെക്കും ഒരു പീരീഡിൽ 10 തൊട്ട് 11 വരെ, അല്ല 12 തൊട്ട് 1 വരെ. അപ്പം അതുവരെയുള്ള ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിപ്പം നമ്മൾ വിചാരിക്കും, ഈ ശല്യം ഇതൊന്നും കഴിഞ്ഞിട്ട് ആ സമയം കഥ കാണാൻ വേണ്ടിയിട്ട് ആ 12 മണിയായാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കും. പക്ഷേ ഒരു രക്ഷയില്ല. അത് മറ്റേ ക്ലാസ്സെല്ലാം കേട്ടുകൊണ്ടിരുന്നേ പറ്റും. 12 മണിയാകുമ്പോൾ മാത്രമേ. കാരണം എന്തുകൊണ്ടാണ്? സമയം ഫിക്സ് ചെയ്തിട്ടുണ്ട്. 12 തൊട്ട് 1 വരെയാണ് കഥകളി. നിങ്ങൾക്ക് ഇന്നും കഥകളി അല്ലെങ്കിൽ ഓട്ടം തുള്ളൽ. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ചെറിയ ക്ലാസ്സിൽ ഇന്ന് ഓട്ടം തുള്ളലുണ്ട് ഇത്ര മണി തൊട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെയുള്ള ക്ലാസ്സിൽ
എന്താ ഈ സമയം നീങ്ങാതെ എന്തുകൊണ്ടാണ്? സമയത്തിനനുസരിച്ചാണ് എല്ലാം ഷെഡ്യൂൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ കൃഷ്ണന് ഈ നിയമത്തിനെല്ലാം ബാധകമാണ്. അപ്പം ദുഷ്ടന്മാര് നല്ല ആൾക്കാരെ പീഡിപ്പിച്ച് അങ്ങനെ സഹിക്കുമ്പോഴും നമ്മൾ വിചാരിക്കും ഇവിടെ ദൈവമില്ല, ഒരു ചുക്കുമില്ല എന്ന്. അതല്ല സത്യം. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയത്തുമ്പോൾ ഇവന്മാരെല്ലാം ശരിയായിപ്പോകും. അതുകൊണ്ട് അമ്മയും അച്ഛനും കംസന്റെ ജയിലിൽ കിടക്കുമ്പോൾ അവിടെ പോയിട്ട് അഭിവാദ്യം ചെയ്തിട്ട് പറയും, കരഞ്ഞുകൊണ്ട്, അയ്യോ കഷ്ടം, ഞങ്ങൾക്ക് നിങ്ങളെ രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ ഇതുവരെ. അതുകൊണ്ട് നമ്മളോട് എന്ത് ചെയ്യണം? ഒന്ന് ദയ കാണിക്കണം, കനിയണം, നമ്മൾ ശപിക്കൊന്നും ചെയ്യരുത് എന്ന് വെച്ച് അവിടെ കാണുമ്പോൾ എന്ന കാര്യം ഓർക്കുമ്പോൾ എൻ്റെ മനസ്സ് വേദനിക്കുകയാണ്. ആരുടെ? ഉദ്ധവരുടെ. അപ്പം എല്ലാം കൃഷ്ണനെ കാലമായാലും അവരെല്ലാം ചെയ്യേണ്ട സമയത്തേ ചെയ്യുള്ളൂ. അല്ലാതെ ആ ദൈവത്തിനെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നടക്കേണ്ട സമയത്ത് അച്ഛനെയും അമ്മേനെയും പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ ഇരുന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നടക്കേണ്ട സമയത്ത് നടക്കേണ്ടത് നടന്നിരിക്കും. അതുവരെ ഇടപെടാൻ പോകുന്നില്ല. പലവരും ശിവനെ തപസ് ചെയ്യുന്നതായിട്ടെല്ലാം കഥകൾ നമ്മൾക്കുണ്ട്. അവിടെ എന്നിട്ട് എല്ലാവരും പോയി ദേവന്മാരും എല്ലാം ശിവൻ്റെ അടുത്ത് പോകും. അയ്യോ അവിടെ സഹിച്ചൂടെ, ഒന്ന് ഇടപെടുന്നു. ശിവൻ ഇടപെടുമൊന്നുമില്ല. ശിവൻ കണ്ടുമുട്ടിയിട്ട് ഒരൊറ്റ എത്താണ്. പിന്നെ ആ സമയത്താണ് എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സമയത്തുമ്പോൾ ഇടപെടേണ്ട ആവശ്യമില്ല, എടുത്ത് ചെയ്തോളും. അപ്പം നമ്മുടെ ജീവിതത്തിലും കഷ്ടപ്പാടുകളെല്ലാം ഉണ്ടാകുമ്പോൾ ഒരു രക്ഷയില്ല. സമയത്തുമ്പോഴേ അത് മാറുകയുള്ളൂ. അതാണ് ഇവരിലോട്ടെല്ലാം നൽകുന്ന സന്ദേശം. ഇനി 18 യാതൊരുവൻ്റെ പുരികക്കൊടിയുടെ കണ്ണ് ഒന്ന് ഇറുക്കി തുറന്നാൽ തന്നെ ഭൂമിയുടെ ഭാരത്തെ നീക്കിക്കളഞ്ഞു പോകും കടാക്ഷത്താൽ. അതായത് കൃഷ്ണൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഭൂമിയുടെ ആ കടാക്ഷം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ ഭാരത്തെ നീക്കിക്കളയുന്നുവോ ആ കഥ കേൾക്കുന്ന യാതൊരു മനുഷ്യർക്കും അത് മറക്കുവാനാകയില്ല. അപ്പോൾ ആ കൃഷ്ണന്റെ ലീലകളൊന്നും ആർക്കും, വിതുരർക്കും അല്ല ഇവിടെ ഉദ്ധവർക്കും മറക്കാനൊന്നും പറ്റുന്നില്ല. ഭൂമിയുടെ ഭാരം എല്ലാം കൂടിയപ്പോൾ ഭൂമിയിലേവി പോലും പറഞ്ഞു എൻ്റെ ഭാരം ഒന്ന് കുറച്ചേറണം. അപ്പോൾ കൃഷ്ണന്റെ കടാക്ഷത്താൽ തന്നെ എന്തു പറ്റി? അതെല്ലാം നീക്കി കൊടുത്തിട്ടുണ്ട്. ഇനി 19 രാജസൂയ യജ്ഞത്തിൽ ശ്രീകൃഷ്ണന്റെ വിരോധിയായിട്ട് കൂടി ശിശുപാലനെ രാജസൂയത്തിൽ ശ്രീകൃഷ്ണന്റെ വിരോധിയായിട്ടുള്ള ശിശുപാലനും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തെയും കൃഷ്ണ ഭഗവാനിൽ ദർശിക്കപ്പെട്ടതോടുകൂടി യോഗ സാധനകളിലൂടെ നേടിയത് ബ്രഹ്മസാക്ഷാത്കാരമാണ്. ഇപ്പം കൃഷ്ണൻ ആരെയെങ്കിലും വധിക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ ലഭിക്കുന്നത് എന്താണ്? കൃഷ്ണനെയാണ് ദർശിക്കാൻ. കൃഷ്ണൻ വന്നിട്ടല്ലേ കൊല്ലുക. കൃഷ്ണൻ വന്ന് കൊല്ലുമ്പോൾ കൃഷ്ണനെ ദർശിക്കുവാനുള്ള അവസരമാണ് ആർക്ക് കിട്ടുന്നത്? ആ ശത്രുവിന് കിട്ടുന്നത്. അത് ആർക്ക് കിട്ടാതെയാണ്? യോഗ സാധനകളിലൂടെ തപം ചെയ്യുന്ന യോഗാഭ്യാസം എല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന യോഗികൾക്ക് പോലും കിട്ടാത്തതാണ്. ആ കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് യോഗികൾ ഇങ്ങനെ പല യോഗയെല്ലാം ചെയ്ത് അങ്ങനെ നടക്കുന്നുണ്ടല്ലോ. ആദ്യം തന്നെ എന്തുകൊണ്ട്? നിയമങ്ങളും മറ്റേതെല്ലാം പാലിച്ചിട്ട് വസ്ത്രങ്ങളെല്ലാം കളഞ്ഞ് ബന്ധുക്കളെയെല്ലാം ഉപേക്ഷിച്ച് അങ്ങനെ പോയിട്ട് എന്തിനു വേണ്ടിയാ? ഈ കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട്. ആ അവസരം ആർക്കാണ് കിട്ടുന്നത്? കൃഷ്ണൻ ആരെയെങ്കിലും വധിക്കുന്നുണ്ടെങ്കിൽ അവരെ മുമ്പിൽ ചെന്ന് നിന്നു കൊടുക്കുകയാണ്. അപ്പം ഇവരിത്രയും പാടുപെട്ടിട്ട് കിട്ടാത്ത സൗഭാഗ്യമാണ് ആർക്ക് കിട്ടുന്നത്? ശത്രുവിന് കിട്ടുന്നത്. അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഇവിടെ ചിത്രീകരിക്കുകയാണ്.
ഇനി 20 അതേപോലെ തന്നെ 20 യുദ്ധകളത്തിൽ വെച്ച് അർജുനന്റെ അസ്ത്രങ്ങളാൽ മരിക്കുമ്പോൾ, ആ മഹാഭാരത യുദ്ധത്തിൽ വെച്ച് അർജുനന്റെ അസ്ത്രങ്ങളാൽ എത്രയോ യോദ്ധാക്കൾ മരിക്കുമ്പോൾ അവർ നോക്കി നിൽക്കുന്ന അർജുനനെ നോക്കുകയാണെങ്കിൽ പിന്നിൽ ആരുണ്ട്? സാരഥിയായ മുമ്പിൽ ആരുണ്ട്? സാരഥിയായ കൃഷ്ണനുണ്ട്. അർജുനൻ പിന്നിൽ നിന്ന് അസ്ത്രം അയക്കുമ്പോൾ മറ്റുള്ള ശത്രുക്കളെ വരെയാണ് അയക്കുന്നത്. എല്ലാം ദുഷ്ടന്മാരാണ്, അധർമ്മികളാണ്, അവരെയാണ് കൊല്ലുന്നത്. പക്ഷെ അവർ നോക്കുമ്പോൾ മുന്നിൽ കാണുന്ന ആരാണ്? കൃഷ്ണനെയാണ് കാണുന്നത്. ആ മുഖമാണ് ദർശിക്കാനുള്ള അവസരം കിട്ടുന്നത്. എന്തുകൊണ്ട്? ഈ യുദ്ധത്തിലൂടെ. ബാക്കി സന്യാസിമാർക്ക് പോലും തലകുത്തി എന്നിട്ട് കിട്ടാതെ ആ ഒരു ദർശനമാണ് ഏറ്റവും അധർമ്മികളായവർക്ക് അർജുനൻ കൊല്ലുമ്പോൾ കിട്ടുന്നത്. അവരെല്ലാം എന്നിട്ട് വൈകുണ്ഠത്തെ പ്രാപിക്കുകയാണ് ഈ അധർമ്മികൾ. ഈ കൃഷ്ണന്റെ മഹത്വം എല്ലാം വിവരിക്കുകയാണ് ഓരോ തരത്തിൽ. പക്ഷെ ഈ കൃഷ്ണൻ ഏതാണ്? കൃഷ്ണന്റെ മഹിമ പറയുകയാണ് 21. എന്നാൽ കൃഷ്ണനാകട്ടെ തനിക്കൊത്തവനായിട്ട് ആരും തന്നെയില്ല, വലിയവനായിട്ടും ആരുമില്ല, തനിക്കൊത്ത സ്വന്തം നിലയിൽ പോലും ആരുമില്ല, തന്നെക്കാട്ടിയും വലിയവനായിട്ടും ആരുമില്ല. 3 ലോകങ്ങളുടെയും ഉടമസ്ഥനാണ്. പരമാനന്ദത്തിൻ്റെ മൂർത്തിരൂപമാണ്. എല്ലാ സമ്പത്തുകളുടെയും സർവാഭിലാഷങ്ങളുടെയും കൂടിയവനാണ്. ഇത് ചിരഞ്ജീവികളായ, തനിക്ക് കപ്പേലം നൽകുന്ന ചിരഞ്ജീവികളായ രാജാക്കന്മാരെ തലയിൽ കിരീടവും അണിയിച്ചുകൊണ്ട് മുന്നിൽ നിർത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയും ആണ്. അപ്പം അത്രയും വലിയ രാജാക്കന്മാരെയെല്ലാം കിരീടം തലയിൽ അണിയിപ്പിച്ചിട്ട് മുന്നിൽ നിർത്തി വെച്ചിരിക്കുന്നുണ്ട്. ആര്? ഈ കൃഷ്ണൻ. കാരണം എല്ലാം മുന്നിൽ നിർത്തിക്കൊണ്ട് കൃഷ്ണനാണ് എല്ലാം ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ ഇവരൊന്നും ആ കൃഷ്ണൻ്റെ അടുത്ത് ഒന്നും തന്നെയില്ല. നമുക്കിപ്പം മഹാഭാരത യുദ്ധത്തിൽ നമ്മൾ വർണ്ണിക്കുന്ന ആരെയാണ്? അർജുനനെയല്ലാണ്, ഭീഷ്മരെയല്ലാണ്. ഭയങ്കര യോദ്ധാവ് അർജുനൻ, ഭീഷ്മര്, കൃഷ്ണൻ. പക്ഷെ ഇവരെല്ലാം പിന്നിൽ കർണൻ എന്നിവരെ, അല്ലാതെ കൃഷ്ണനെ നമ്മൾ പറയുന്നുണ്ട് യുദ്ധത്തിലോ കൃഷ്ണൻ ഭയങ്കര ധീരെന്നൊന്നും നമ്മൾ പറയുന്നില്ല. അതെല്ലാം ആർക്കാണ് ചാർത്തി കൊടുക്കുന്നത്? ഈ കിരീടം ധരിച്ച് ഇവർക്കാണ് ചാർത്തി കൊടുക്കുന്നത്. അവർക്ക് ചിരഞ്ജീവികളാവുകയാണ്. അത്രയും വലിയ വില്ലാളി വീരന്മാരായ ചിരഞ്ജീവികളാവുമ്പോഴും അതിൻ്റെ എല്ലാം പിന്നിൽ ഈ കൃഷ്ണൻ്റെ അടുത്തൊന്നും അവരെത്തില്ല. കൃഷ്ണൻ തന്നെയാണ് അതിൻ്റെ പിന്നിൽ ഇതിൻ്റെ എല്ലാം കടിഞ്ഞാണ് പിടിക്കുന്നത്. എന്നിട്ട് 22 വേറൊരു ഉദാഹരണം പറയുകയാണ്. വലിയ സിംഹാസനത്തിലിരിക്കുന്ന ഉഗ്രസേനോട് മഹാരാജാവെ കേട്ട് ധരിച്ചാലും എന്നിങ്ങനെയെല്ലാണ് അഭിസംബോധന ചെയ്യുന്നത്. ഉഗ്രസേനനെയെല്ലാം വലിയ സിംഹാസനത്തിൽ ഇരുത്തിയിട്ട് പിന്നിൽ നിന്ന് സേവിക്കുകയാണ് കൃഷ്ണൻ. എങ്ങനെയാണ് സേവിക്കുന്നത്? മഹാരാജാവെ കേട്ടു ധരിച്ചാലും എന്ന നിലയിൽ സംബോധന ചെയ്തുകൊണ്ട് സേവിച്ചുകൊണ്ട് നിൽക്കുന്ന ഭഗവാന്റെ സേവനത്തെ ഓർക്കുമ്പോൾ നൊമ്പരം കൊള്ളുന്നു. ആ പറയുന്നതിൻ്റെ അർത്ഥം, ഈ കൃഷ്ണൻ എന്ന് പറയുന്നത് ഏത് യുദ്ധത്തിലും സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജിയുടെ പിന്നിൽ നിന്നുകൊണ്ട് ഗാന്ധിജിയെ കിരീടം അണിയിച്ചിട്ടാണ് മുന്നോട്ടേക്ക് നയിച്ചത്. മഹാഭാരത യുദ്ധം, ഇപ്പോൾ 3ാം ലോകമഹായുദ്ധം നടക്കുമ്പോഴും ചില വ്യക്തികളെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ചിന്തിച്ചു കൊടുക്കുക. ധീരരായിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിൻ്റെ പിന്നിൽ കൃഷ്ണനാണ് ഉള്ളത്. ആ വ്യക്തികളെ മുന്നിൽ പിടിച്ചു നിർത്തിയതായിട്ട് അർജുനനെ മുന്നിൽ നിർത്തിയ പോലെ കാണണം. അവരൊന്നും കൃഷ്ണനെക്കാട്ടി മുകളിലല്ല, ഈ കാലമാണ് അതിൻ്റെ പിന്നിൽ ആക്ട് ചെയ്യുന്നത്. ഇവിടെ കാലം പക്ഷെ എന്ത് ചെയ്യുകയാണ്?
ഇവരെ കീഴിലായി നിന്നുകൊണ്ട് നമ്മളെല്ലാം വിചാരിക്കുന്ന ആരാണ്? അവരാണ് യുദ്ധം നയിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലെല്ലാം ഉള്ള കക്ഷി കാലമാണ്. കാലം തീരുമാനിച്ച വഴിയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അർജുനനോട് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നീയൊന്നുമല്ല കൊല്ലുന്നത്, ഇതിനു മുമ്പേ തന്നെ ഞാൻ കൊന്നിട്ടുണ്ട്, നീ പിന്നെ ഒരു നിമിത്തം, അത്രമാത്രമേ ഉള്ളൂ. അപ്പം ലോകത്തിൽ എന്ത് കർമ്മജീവം വലിയ കണ്ടുപിടുത്തങ്ങളെല്ലാം നടത്തുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിലല്ല ഉള്ള വ്യക്തി കൃഷ്ണനാണ്. അവരെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ്, പിന്നിൽ നിന്നുകൊണ്ട് സേവിക്കുന്ന തരത്തിൽ ചെയ്യുമ്പോൾ എന്തു പറയും, ഓർക്കുമ്പോൾ, ആ സംഭവങ്ങൾ ഓർക്കുമ്പോൾ നൊമ്പരം കൊള്ളുന്നു. ദുഷ്ടയായ 23 ദുഷ്ടയായ പൂതന കൊല്ലാനായിട്ട് മുലപ്പാലിന് വിഷായിട്ട് ഉച്ചിനെക്കുടി ഈ കൃഷ്ണന് കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ പൂതനക്ക് കിട്ടുന്ന അവസരം എന്താണ്? യശോദയ്ക്ക് ലഭിച്ച അവസരമാണ്. യശോദയോട് സമാനമായിട്ടാണ്, ഒരമ്മയുടെ നിലയിലേക്കാണ് അവർ ഉയർന്നിരിക്കുന്നത്. കൃഷ്ണനെ മറികട്ടുന്ന അമ്മയല്ലേ യശോദക്ക് സമാനമായിട്ട് മാറുകയാണ്. കാരണം ഇവിടെയെല്ലാം പറയുന്നത് കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് ആരാണ്? കൃഷ്ണൻ തന്നെയാണ്. ഈ ലോകത്തിൽ എന്തെല്ലാം സംഭവം ഉണ്ടായാലും അതിലെല്ലാം ഉള്ളത് ഈ ബ്രഹ്മം തന്നെയാണ്. ദുര്യോധനനും ബ്രഹ്മം തന്നെയാണ്, അർജുനനും ബ്രഹ്മം തന്നെയാണ്. എല്ലാം. അപ്പൊ എന്തൊരു മായാലീലെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് മായ എന്ന് പറയുന്നത്. ഒരു വല്ലാത്ത തരം ലീലകൾ, എന്ത് തരം ലീലയാണെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നിട്ട് 24 ബ്രഹ്മാവ് പ്രാർത്ഥിച്ചപ്പോൾ, ബ്രഹ്മാവിനാണ് സൃഷ്ടി. ആദ്യം എന്തേ ഉള്ളൂ? നിർഗുണമായ ബ്രഹ്മമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ബ്രഹ്മത്തിൽ നിന്നാണ് ഓരോന്നായിട്ട് പുറത്തേക്ക് വരുന്നത്. പ്രപഞ്ചം സൃഷ്ടിക്കുന്ന ഏതിൽ നിന്നാണ്? ആദ്യം ഉണ്ടായിരുന്ന സാധനം നിർഗുണമായ ബ്രഹ്മം. ആ ബ്രഹ്മം ഒരു ബ്രഹ്മദേവനെ സൃഷ്ടിക്കുന്ന പിന്നിലുള്ള ശക്തിയെ സൃഷ്ടിച്ചു. അതിൻ്റെ പേര് കഥയില് ബ്രഹ്മാവ്. ബ്രഹ്മാവിന് ഇനി എന്ത് വേണം? കൃഷ്ണൻ വേണം. കൃഷ്ണൻ വേണമ്പോൾ ആ ബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ് വരേണ്ടത്. അപ്പം ബ്രഹ്മാവ് പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു കൃഷ്ണനെ വേണം. അപ്പോൾ ബ്രഹ്മം തന്നെ എന്തായി വന്നു? കൃഷ്ണനായിട്ട് വന്നു. അല്ലെ, ബ്രഹ്മാവ് സൃഷ്ടിക്കല്ല, ബ്രഹ്മാവ് എഴുന്നെടുത്ത് സൃഷ്ടിക്കാനാണ്. ആദ്യം ഉണ്ടായിരുന്ന സാധനം എന്ന് പറയുന്നത് നിർഗുണമായ ബ്രഹ്മം. അതിൽ നിന്നൊരു പ്രേരക ശക്തി വന്നിട്ട് സൃഷ്ടിക്കുന്ന പ്രേരക ശക്തി വന്നു. അപ്പോൾ ഇത് രണ്ട് മാത്രമേ ഉള്ളൂ. ഇപ്പം ബ്രഹ്മാവേ ഉള്ളൂ, ഈ നിർഗുണമായ ബ്രഹ്മമേ ഉള്ളൂ. അപ്പം ബ്രഹ്മാവിനെ എവിടെ നിന്നാണ് ഉണ്ടാക്കുക? ഒരടിയില്ല. അതുകൊണ്ട് ബ്രഹ്മാവ് എന്ത് ചെയ്തു? ആ നിർഗുണമായ ആ സംജ്ഞയോട് പറഞ്ഞ് എനിക്കൊരു കൃഷ്ണനെ വേണം എന്ന് പ്രാർത്ഥിപ്പിച്ചു. എന്നാൽ പിന്നെ ഇതാ കൃഷ്ണനായിട്ട് ആ കക്ഷിയിൽ നിന്ന് തന്നെ അത് തന്നെ ഇങ്ങോട്ട് കൃഷ്ണനായിട്ട് വന്നു. അപ്പം ബ്രഹ്മാവ് പ്രാർത്ഥിക്കപ്പെട്ടത് വഴി ഭൂമിയുടെ ക്ഷേമത്തിനായിട്ട് വസുദേവന്റെ പത്നി ദേവകിയിൽ കംസന്റെ കാരാഗൃഹത്തിൽ അവതരിച്ചു. കാരാഗൃഹത്തിലാണ് കൃഷ്ണൻ അവതരിക്കുന്നത്. എന്തുകൊണ്ടാണ് കാരാഗൃഹത്തിൽ? ഒരു നാട് നശിക്കുമ്പോൾ, ഒരു നാട്ടിൽ അധർമ്മങ്ങൾ പെരുകുമ്പോൾ അതിൻ്റെ പ്രതിഷേധം, അതിനെതിരായിട്ടുള്ള പ്രതിഷേധം ആദ്യം തലതൂക്കുന്നത് ഏറ്റവും നീചമായ സ്ഥലത്തായിരിക്കും. എവിടെയാണോ ദാരിദ്ര്യം, പട്ടിണിയും പീഡനവും എല്ലാം നടക്കുന്നത്, അധർമ്മങ്ങൾ പീഡിക്കപ്പെടുന്നത്, അവിടെ നിന്നാണ് അതിനെതിരായിട്ടുള്ള വിത്ത് മുളക്കുന്നത്. കാരാഗ്രഹം ഏറ്റവും പീഡനം ഏൽപ്പിക്കുന്നതാണ്. ഒരു കുറ്റവും ചെയ്യാത്ത ഈ വസുദേവരെയും പത്നി ദേവകിയെയും പിടിച്ചിട്ട് ജയിലിൽ കൊണ്ടിട്ടു. അതിൽ ഏറ്റവും വലിയ അധർമ്മം ജയിലുകൾ തന്നെയാണ്. ഏറ്റവും നീതിമാന്മാരെ എല്ലാം പിടിച്ചിട്ട് ജയിലിൽ കൊണ്ടിടുമ്പോൾ അധർമ്മം അവിടെ നിന്നാണ് ഈ മഹാഭാരത യുദ്ധത്തിനുള്ള വിത്ത്
അധർമ്മത്തിനെതിരായിട്ടുള്ള ആ ഒരു യുദ്ധത്തിൻ്റെ വിത്ത് മുളക്കുന്നത് കൃഷ്ണന്റെ ജനനം കാരാഗ്രഹത്തിൽ നിന്നായിരിക്കും. ഇനി 26. പിന്നെ കംസനെ ഭയന്നിട്ട് അനന്തരം നന്ദഗോപരുടെ കുലത്തിലേക്ക് പോയി അവിടെ ബലരാമനോടൊത്തു 11 വർഷക്കാലം നിഗൂഢ തേജസ്സായി വസിച്ചു. പിന്നെ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റപ്പെട്ടു. ഒരു പ്രതിഷേധം അവിടെ ഉണ്ടാകുമ്പോൾ അത് അടിച്ചമർത്തും. ഈ ഒരു നാട് ദുഷിക്കുമ്പോൾ ഏറ്റവും പ്രതിഷേധം വരുന്നത് ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്ന സ്ഥലത്ത് നിന്നായിരിക്കും പ്രതിഷേധ ശബ്ദം വരുന്നത്. ഇതിൽ ഏറ്റവും ദാരിദ്ര്യമുള്ള സ്ഥലത്ത് നിന്നായിരിക്കും കളവായിട്ട് പ്രത്യക്ഷപ്പെടുക. ഒരു നാട് ദുഷിച്ചിട്ടുണ്ട്, അവിടെ പട്ടിണി പരിവട്ടവും ആണെങ്കിൽ നമ്മൾ കാണാൻ പോകുന്ന കളവ് എന്നതായിരിക്കും ആദ്യം പ്രത്യക്ഷപ്പെടുക. അപ്പോൾ ഒരു നാട്ടിൽ കളവ് വരുന്നത്, ചെറിയ ചക്കയെല്ലാം മോഷ്ടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കളവ് വരുന്നുണ്ടോ മനസ്സിലായിക്കൊള്ളണം, ആ നാട്ടിൽ പട്ടിണിയും പരിവട്ടവുമാണ്. അപ്പം കളവാണ് ഒരു ദൃഷ്ടാന്തം. ടെസ്റ്റ്, നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് പറയല്ല നമ്മളെ ശരീരത്തിന് എന്തോ കുഴപ്പമുണ്ടെങ്കിൽ ബ്ലഡിൽ നോക്കിയാൽ കാണുന്നു. അതുമാതിരി തന്നെ ഒരു രാഷ്ട്രത്തിന് എന്തോ കുഴപ്പമുണ്ടെങ്കിൽ വല്ലവരും ചക്കിയും വാങ്ങിയും വിശന്നിട്ട് മോഷ്ടിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. പക്ഷെ മോഷ്ടിക്കുമ്പോൾ അവിടെ അടിച്ചു തകർത്തും. മോഷ്ടിച്ചാൽ അവനെ പിടിച്ചുകൊണ്ട് ജയിലല്ലോ. ജയിലിട്ടോണ്ട് കാര്യം എന്താണ്? അതാണ് ഈ യശോദ പിടിച്ചിട്ട് ഒരുത്തിയിൽ കെട്ടിയിട്ടപ്പോൾ കെട്ടാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. കാരണം അത് പിന്നെ വേറെയും കളവങ്ങനെ വരും. എവിടെ പിടിച്ചിട്ട് ഇനിയല്ല ഇവിടെ ഇടാനാണ്. ആ ദാരിദ്ര്യം മാറ്റിയാണ് വേണ്ടത്, അല്ലാതെ ഇവരെ പിടിച്ചിട്ടല്ല ജയിലിൽ കൊണ്ടെടുത്തിട്ട് പ്രശ്നം ചെയ്യുക. അപ്പോൾ ഒരുത്തിയിൽ നിന്ന് അത് അപ്രത്യക്ഷമായിട്ട് വേറത്തേക്ക് വരും. അതുകൊണ്ട് പ്രതിഷേധം ജയിലിലാണ് ഉണ്ടാകുന്നതെങ്കിൽ അവിടെ അമർത്തിയാൽ വേർത്തിയിൽ അത് പ്രതിഷേധമായിട്ട് വരും. അതാണ് ഇവിടെ എന്ത് പറ്റിയ, കംസനെ ഭയന്നിട്ട് അനന്തരം നന്ദഗോപരുടെ കുലത്തിലേക്ക് പോയി അവിടെ ബലരാമനോടുകൂടി നിഗൂഢ തേജസ്സായി താമസിച്ചു. അത് നിഗൂഢ അവസ്ഥയിൽ ബലരാമൻ എന്ന് പറഞ്ഞാൽ ഒരു ശക്തി എന്ന രൂപത്തിലാണ് അത് പ്രകടമാകുക. ആ പ്രതിഷേധം നിഗൂഢമായ നിലയിൽ അത് വളരും. ഒരു രാജ്യത്ത് അത് ഏറ്റവും പീഡിപ്പിക്കുന്ന സ്ഥലത്ത് നിന്നാണ് ആ ഭരണം ശരിക്കല്ല എങ്കിൽ അതിൻ്റെ പ്രതിഷേധം ഉയരുന്നത് അങ്ങനത്തെയുള്ള സ്ഥലത്ത് നിന്നായിരിക്കും. എന്നിട്ട് ഗോപന്മാരോടൊത്ത് അങ്ങനെയുള്ള പാവങ്ങളോടൊത്ത് കാലികളെ മേയിച്ചുകൊണ്ടെല്ലാം യമുനാ നദിയുടെ തീരത്തും വനങ്ങളിലുമെല്ലാം ഭഗവാൻ കളിച്ചു നടന്നു. അപ്പോൾ ചെറുപ്പകാലത്തിലുള്ള പ്രശ്നങ്ങൾ, ഈ ഭഗവാന്റെ സാന്നിധ്യം, ഒരു നാട് ദുഷിക്കുമ്പോൾ ആ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത് ഏറ്റവും കഷ്ടപ്പെടുന്ന, ദുരിതങ്ങൾ അനുഭവിക്കുന്ന, പീഡിപ്പിക്കപ്പെടുന്ന ജനങ്ങളുടെ ഇടയിലായിരിക്കും. അവിടെ നിന്നാണ് അതിൻ്റെ തുടക്കം മുന്നോട്ടേക്ക് വരുന്നത്. അപ്പോൾ അവിടെ കളിച്ചടക്കുകയാണ് ഭഗവാൻ. 28 മോഹനമായ സിംഹ ശിശുവിൻ്റെ നോട്ടത്തിന് സമാനമായി, ഒരു സിംഹ ശിശുവിൻ്റെ നോട്ടത്തിന് സമാനമായിരുന്നു ആ ബാലൻ്റെ നോട്ടം. ചിലപ്പോൾ ചിരിക്കുന്ന പോലെയും കരയുന്ന പോലെയും നടിച്ചുകൊണ്ട് ഗോകുലവാസികൾക്ക് ഇമ്പമുള്ള ബാലചേഷ്ടകൾ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവിടെ ഇത്തരം ചില ബാലചേഷ്ടകളെല്ലാം അവിടെ കാണാൻ പറ്റും. ഇനി 29. വെളുത്ത കാളയും പശുവെല്ലായിട്ട് മേച്ച് നടക്കുമ്പോഴും പുല്ലാങ്കുഴൽ വിളിച്ചുകൊണ്ടും ഗോപന്മാരായ അനുജനന്മാരെ ആനന്ദിപ്പിച്ചു. ഗോപന്മാരോടുകൂടി അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും ആദ്യമുള്ള സഹവാസം. അവിടെ നിന്ന് തന്നെയാണ് പ്രതിഷേധങ്ങളെല്ലാം
ഉണ്ടാകുന്നത്. അതിലേക്കൊന്നും അധികം വ്യാഖ്യാനത്തിലേക്ക് പോകുന്നില്ല. ഇനി 30 കംസൻ അയച്ചതായ, അപ്പം അങ്ങ് മുകളിൽ നിന്ന് ഇതെല്ലാം അറിയുമ്പോൾ അവിടെ നടക്കുന്ന ബാലലീലകളാണെങ്കിലും ഇതും പലർക്കും ദഹിക്കില്ല. കാരണം അവർക്കതൊരു ഭീഷണിയാണ്. അപ്പം കംസൻ എന്ത് ചെയ്യും? അവരെ എവിടെയെല്ലാം അങ്ങനെ പ്രശ്നങ്ങളുണ്ടോ അവരെല്ലാം ഒതുക്കാൻ വേണ്ടിയിട്ട്, കംസൻ ഒതുക്കിക്കളയാൻ വേണ്ടിയിട്ട് പല രാക്ഷസരെയും, മായാവികളായ പല രാക്ഷസരെയും അയച്ചപ്പോൾ എന്തു ചെയ്തു? കുട്ടികൾ കളിപ്പാട്ടം പൊട്ടിക്കുന്ന പോലെ അവരെയെല്ലാം ഇല്ലാതാക്കി. അപ്പോൾ ഇതിൻ്റെ ചെറുത്തുനിൽപ്പ് വരുന്നത് ഇത്തരം സ്ഥലങ്ങളിൽ നിന്നായിരിക്കും. ആദ്യം അവിടെ ബലരാമൻ ഒത്താണ്. ബലരാമൻ എന്ന് പറഞ്ഞാൽ ശക്തി, ശരീരബലത്തിലാണ്, തന്ത്രത്തിലല്ല. ബുദ്ധിപരമായ തന്ത്രം എപ്പോഴാണ്? മഹാഭാരത യുദ്ധത്തിലാണ് നടക്കുന്നത്. അതുവരെ ബലം പ്രയോഗിച്ചിട്ട് അവരവരുടെ ശരീരബലം, സംഘടിത ബലത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരം പ്രശ്നങ്ങളെയെല്ലാം അവരെ ചെറുത്തു നിൽക്കുന്നത്. ഇനി 31 അതേസമയം എന്ത് ചെയ്യുന്നുണ്ട്? ആ കാലഘട്ടത്തിൻ്റെയും പ്രത്യേകത പറയുകയാണ്. സർപ്പരാജാവായ കാളിയനെ ഛർദിച്ചത് കുടിച്ചിട്ട് പശുക്കളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? മരിക്കുന്നുണ്ട്. അതായത് നദികളെല്ലാം ശുദ്ധീകരിച്ച് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ലോകം വന്നു. അതാണ് അവിടെ കുടിച്ചു വറ്റിച്ച തടാകങ്ങളെല്ലാം അശുദ്ധമാകണമെങ്കിൽ ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യും? അവയെല്ലാം ശുദ്ധീകരിച്ചിട്ട് മനുഷ്യർക്ക് ഉപയോഗപ്രദമായി തീർക്കും. അതിനാണ് കാളിനെയെല്ലാം ഓടിച്ചിട്ട് വിഷം ശുദ്ധമാക്കിയിട്ട് ആ ജനങ്ങളെല്ലാം രക്ഷിച്ചു, ജനങ്ങൾക്ക് കുടിക്കാനുള്ള അവസരം കൊടുത്തു എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിലാണ് നദികളെല്ലാം ശുദ്ധീകരിച്ച് ശുദ്ധവേല സംഭരണികളെല്ലാം ഉണ്ടാക്കിയെടുക്കുന്ന കാലഘട്ടം ഇതാണ്. നേരെ മറിച്ച് രാമൻ്റെ കാലഘട്ടത്തിലാണ് വിമാനമെല്ലാം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് വിമാനത്തിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. അതുമാത്രമല്ല, ഹനുമാനാണ്, വായുവാണ് ഉയർത്തിക്കൊണ്ടുപോകുന്നത്. അതായത് ടയറുകളിൽ കാറ്റെല്ലാം നിറച്ചിട്ട് വായുവിൻ്റെ റോക്കറ്റുകളെല്ലാം ഉണ്ടാക്കുന്നത്. മൂട്ടിന് തീ കൊടുക്കുമ്പോഴാണ് മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ ഈ വിമാനങ്ങൾ, റോക്കറ്റുകൾ, ഇതെല്ലാം തന്നെ മിസൈലുകൾ, ഇതെല്ലാം രാമൻ്റെ കാലഘട്ടത്തിലാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. അതെല്ലാം വായുവിൻ്റെ തത്വം ഉപയോഗിച്ചിട്ടുള്ള കാലഘട്ടമാണ്. പക്ഷെ ഈ കാലഘട്ടത്തിൽ എത്തുമ്പോൾ ഏതിലേക്ക് വന്നു? നദികൾ ശുദ്ധീകരിച്ചിട്ട് ഉയർത്തുന്ന കാലഘട്ടത്തിലേക്ക് വന്നു. അതാണ് ഇവിടെ പറയുന്നത്. എന്നാൽ അടുത്തേൽ എന്താണ് പറയുന്നത്? പിന്നെ സമ്പത്ത് നേടുവാനായിക്കൊണ്ട് നന്ദഗോപരെ കൊണ്ട് ഗോക്കളെയെല്ലാം പരിപാലിക്കുന്ന തരത്തിലുള്ള യജിപ്പിച്ചു എന്ന് പറയുകയാണ്. ഗോക്കളെ കൊണ്ട് ബ്രാഹ്മണരുടെ സഹായത്താൽ, അതായത് കന്നുകാലി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതെല്ലാം ഈ കാലഘട്ടത്തിലാണ് നമ്മൾ കാണുന്നത്. ഇന്ന് ലോകത്തിൽ ഈ കന്നുകാലികളെ ഫാമുകളെല്ലാം ഭയങ്കരമായിട്ട് അതൊരു വലിയ വ്യവസായം തന്നെയാണ്. അതെല്ലാം ഈ കാലഘട്ടത്തിലാണ് ഉത്ഭവിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ദേവേന്ദ്രൻ 33 ദേവേന്ദ്രൻ മഴ പെയ്ക്കാത്തപ്പോൾ എന്ത് ചെയ്തു? ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിയിട്ട് മഴ. ഇത് മുമ്പ് പറഞ്ഞതായതുകൊണ്ട് ചുരുക്കി പറയുകയാണ്. ഈ കാലഘട്ടത്തിലാണ് പർവ്വതങ്ങളെയെല്ലാം പൊടിച്ചിട്ട് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ തൂണിൽ ഉയർത്തി നിന്നിട്ട് ഇന്ദ്രനൊന്നും ഇവിടെ പ്രശസ്തിയില്ലാതായി. നമുക്ക് ഇന്ദ്രൻ മഴ പെയ്ക്കണം. നമ്മളിപ്പോൾ ഇന്ദ്രനെ അപമാനിക്കുക, നമ്മളെ ബഹുമാനം കൊടുക്കുന്നില്ല ഇന്ദ്രന്. കാരണം അതിൻ്റെ ആവശ്യമില്ല. ഇന്ദ്രൻ വലിയ മഴ പെയ്ച്ചാലും നമ്മൾ കോൺക്രീറ്റ് കെട്ടിയിട്ട് തടുത്തു നിർത്തും. നമുക്കതൊന്നും പ്രശ്നമല്ല. വെള്ളം മഴ പെയ്തിട്ടില്ലെങ്കിലും നമ്മൾ തടാകങ്ങൾ ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ ഉള്ള തടാകങ്ങൾ ശുദ്ധീകരിച്ചിട്ട് ആണ് പോകുന്നത്. പണ്ട് കാലത്തെ മനുഷ്യർ മഴയെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ട് ഇന്ദ്രനെ പ്രാർത്ഥിച്ചേ പറ്റൂ. ഈ കാലഘട്ടത്തുമ്പോൾ ഇന്ദ്രൻ്റെ ആവശ്യമൊന്നുമില്ല. കുളത്തിലുണ്ടെങ്കിൽ കുളമെല്ലാം ശുദ്ധാക്കി എടുത്തിട്ട് മഴ പെയ്യുമ്പോൾ സംഭരിച്ചിട്ട് നമ്മളെടുത്ത് ഉപയോഗിക്കും. അപ്പം അത്രയും പുരോഗമിച്ചു. ഇന്ദ്രനൊന്നും ഒരു പ്രാധാന്യം നമുക്കില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ. എന്ത് മഴ പെയ്ത് കഴിഞ്ഞാലും പർവ്വതങ്ങളെ പൊടിച്ചിട്ടാണ് ഉയർത്തി വെച്ചിരിക്കുന്നത്.
നാട് മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ഈ പർവ്വതങ്ങളെ ഉയർത്തിയ കെട്ടിടങ്ങളാണ് കാണാനുള്ളത്. പുരോഗതി എന്ന് പറഞ്ഞാൽ ഈ കെട്ടിടങ്ങളാണ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിൻ്റെ വർണ്ണനയാണ് ഇവിടെ. ഇതെല്ലാം കൃഷ്ണൻ കാലം ചെയ്തു വെക്കുന്നതാണ്. മനുഷ്യരിലൂടെ പുരോഗതിയിലൂടെ ചെയ്തു വെച്ചിരിക്കുന്ന കാലങ്ങളുടെ പ്രത്യേകതയും കൂടി അത് പറയുകയാണ്. അപ്പം കളിയായിട്ട് എന്ത് ചെയ്തു? ഗോവർദ്ധന പർവ്വതത്തെ പൊക്കിപ്പിടിച്ച് കുടയായിട്ട് പൊക്കിപ്പിടിച്ചിട്ട് അതിൻ്റെ അകത്ത് ആൾക്കാരെ രക്ഷിച്ചു. എന്നിട്ട് ഈ കാലഘട്ടത്തിൽ തന്നെയാണ് സ്ത്രീകൾക്കുള്ള പ്രാധാന്യവും ഇവിടെ പറയുകയാണ്. എന്ത് ചെയ്തു? ശരശ്ചന്ദ്രന്റെ കിരണങ്ങളാൽ സായങ്കാലത്ത് മനോഹരമായ ഗീതങ്ങളെല്ലാം ആലപിച്ചുകൊണ്ട് എന്ത് ചെയ്തുകൊണ്ട് സ്ത്രീകളുടെ സംഘത്തെ സഭാലങ്കരിക്കുന്നതായിട്ട് രമിച്ചു എന്ന് പറയുകയാണ്. അതായത് സ്ത്രീകളുടെ ജീവിത നിലവാരം ഒരു പരിധി വരെ ഉയർത്തിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. സംഗീതത്തിലൂടെ അവരും സംഗീതത്തിലും കലാപരമായ കാര്യങ്ങളിലെല്ലാം ഇറങ്ങിക്കൊണ്ട് അവരോടൊത്ത് രമിച്ചു എന്ന് പറയുമ്പോൾ വേണുനാഥം ഊതിക്കൊണ്ട് അവരോടൊത്ത് രമിച്ചു, സ്ത്രീകളോടൊത്ത്. അപ്പം സ്ത്രീകൾക്കും ഈ കാലഘട്ടത്തിൽ ഉന്നതി ഉണ്ടായിട്ടുണ്ട്. കലാപരമായ നിലയിലെല്ലാം അവർ ഉയർന്നിട്ടുണ്ട്, സ്ത്രീകളും ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് ഈ കാലഘട്ടത്തിൽ. പക്ഷേ അവർ ചൂഷണത്തിന് അടിമപ്പെടുന്നുണ്ട്. അതിൽ നിന്നാണ് മോചിപ്പിക്കേണ്ടത്. അല്ലാതെ കാലം പുരോഗമിക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ ആർക്ക് കിട്ടിയിട്ടുണ്ട്? സ്ത്രീകൾക്ക് കിട്ടിയിട്ടുണ്ട്. സ്ത്രീകൾ കലാകാരന്മാരെ സംഘടിച്ചുകൊണ്ട് തന്നെ കലാപ ഫീൽഡുകളിലേക്കെല്ലാം ഇറങ്ങി വരുന്നുണ്ട്. അവർക്കും ഉന്നതികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഉണ്ടായിട്ടുണ്ട്. അത് കാലം തന്നെ നേടിക്കൊടുത്ത കാര്യങ്ങൾ തന്നെയാണ്. പുരോഗതി ഉണ്ടായിട്ടുണ്ട് സ്ത്രീകൾക്ക്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ എന്തുണ്ട്? അവരെ വിറ്റ് കച്ചവടം ചെയ്യുന്ന ഒരു പരിപാടിയും ഉണ്ട്. അതും കൂടി അത്തരത്തെ അധർമ്മത്തെയാണ് ഇല്ലാതാക്കേണ്ടത്. ബാക്കിയുള്ള നിലകളിൽ സ്ത്രീകൾ എല്ലാ നിലയിലും ഉയർന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് കലാപരമായിട്ടെല്ലാം. അതുകൊണ്ട് അവരോടൊത്തൊരുമിച്ചു എന്നും കൂടി ഇവിടെ പറഞ്ഞു വെച്ചിട്ടാണ് ഈ അധ്യായം തീരുന്നത്. ഈ അധ്യായം